ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീര് പ്രോട്ടീൻ റിച്ച് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് പനീർ. അപ്പോൾ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ 2 ടിപ്സും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി 2 സവാള, 2 തക്കാളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 15 അണ്ടിപ്പരിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പം നമ്മുടെ സവാളേനും തക്കാളിനെയൊക്കെ ഒന്നങ്ങോട്ട് മുറിച്ച് വെച്ചോളൂ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ 2 കഷ്ണം ബട്ടർ ഇടുക. പനീർ ബട്ടർ മസാലയല്ലേ, അപ്പോൾ ബട്ടർ മസ്റ്റാണല്ലോ അല്ലേ. ബട്ടർ ഒന്നാണ് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിട്ടിട്ടൊന്ന് ഇളക്കുക. ഇവിടെ ഇപ്പം നല്ല മഴയാട്ടോ. ഈ മഴയുടെയാണ് ശബ്ദം ഇങ്ങനെ കേൾക്കണത്. പച്ചമുളക് ഒന്ന് വഴണ്ട് വന്ന് അതിൻ്റെ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെടുത്ത് മാറ്റാട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടിയും ഇട്ടിളക്കുക കേട്ടോ. ഇനി ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടേസ്റ്റിൻ്റെ മെയിൻ ആളില്ലേ ഉപ്പിട്ടോളൂ. ഇനി അതിലേക്ക് ഒരു കഷ്ണം ശർക്കരയുടെ പൊട്ടിടുക കേട്ടോ. ഞാനൊരു ടിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ്. പനീർ ബട്ടർ മസാലയ്ക്ക് എപ്പോഴും ഒരു മധുര ടേസ്റ്റ് വേണമല്ലോ. അത് പഞ്ചസാര ഇടുന്നേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ശർക്കരയുടെ ഒരു പൊട്ടിട്ടുണ്ടെങ്കിൽ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 2 മിനിറ്റ് ഒന്നുകൊണ്ട് അടച്ചു വെച്ചോളൂ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇതെല്ലാം മിക്സായി നല്ലൊരു പരുവായിട്ടോ. ഇനി ഈ മിക്സ് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നന്നായി മിനുമിനുക്കൻ അരയ്ക്കുക. ഇനി ആ പരിപാടി അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ ജീരകം ഇതെല്ലാതും കൂടി ഒന്ന് പൊട്ടിക്കുക. അതൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 സവാള പൊടിയായി അരിഞ്ഞത് ഇട്ടിട്ട് ഇളക്കുക. അത് നന്നായി മിക്സ് ചെയ്യാവും. നന്നായി മൂത്തോട്ടെ കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ സവാളേനെ മൂപ്പിക്കുക. സവാള നന്നായി മൂത്തു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് കൊട്ടുക. ഇനി കുറച്ച് നേരം ഒരു ഇളക്കൽ പണി ഉണ്ട് കേട്ടോ. ഈ ബട്ടറിൽ ഈ മസാല ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണേ. മസാല അവിടെ കിടന്ന് മൂക്കണ നേരം കൊണ്ട് ഞാൻ നമ്മുടെ 2ാമത്തെ ടിപ്പും കൂടിയും പറയാം കേട്ടോ. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 4-5 പനീർ കഷ്ണങ്ങൾ മാറ്റി വെച്ച് ബാക്കി മൊത്തം പനീർ ഈ ചൂട് പാലിക്കിടുക. അയ്യോ, ചൂട് പാലിക്കിട്ടപ്പോൾ കണ്ടോ ആകെ തെറിച്ചു കേട്ടോ പാലിവിടെയൊക്കെ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് 2 കാര്യമാണ് കേട്ടോ. ഈ പനീർ ഈ തിളച്ച പാലിൽ കിടന്നിട്ട് നന്നായി സോഫ്റ്റ് ആവും. അതിന് പുറമെ ഈ കറിയിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ ഈ പാലും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആട്ടോ കറിക്ക്. പിന്നെ നമ്മൾ ക്രീമും കാര്യമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇത് മാത്രം ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മസാലേനെ അതിൻ്റെ കൂടെ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകും. ഇതുപോലെ ആയി തീരണം കേട്ടോ മസാല മൂത്തിട്ട്. അപ്പോഴേ അതിന് ടേസ്റ്റ് വരുള്ളൂ. നന്നായി മൂക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചൊഴിച്ച് ഈ മിക്സിനെ ഒന്ന് ലൂസാക്കി കൊണ്ടുവരണം കേട്ടോ. ഇനി ഇതുപോലെ ആയാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ പാലും പനീരും എല്ലാം കൂടി ഒഴിക്കുക. മസാലയും പാലും പനീരും ഒക്കെ കൂടി മിക്സായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുക്കുക. അത് ഇതുപോലെ നന്നായി പൊടിച്ചിട്ട് അതൊന്ന് ഇതിന് മുകളിൽ കൂടെ വിതറി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 7 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇനി 7 മിനിറ്റ് കഴിഞ്ഞു. അടപ്പ് തുറന്ന് നോക്കാം അല്ലേ. എന്തൊരു മണമെന്നറിയോ. തുറക്കുമ്പോൾ മണം പോലെ തന്നെ ഗുണം ഉണ്ടാവും കേട്ടോ. അവസാനിപ്പിക്കുന്നതിന് മുന്നേ 2-3 കലാപരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന്, ഒരു 3-4 പനീരിൻ്റെ കഷ്ണം നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതിന് നന്നായി കൈകൊണ്ട് ഉടച്ച് ചേർത്തിട്ട് ഇതിൽ ചേർക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇതിൽ മിക്സ് ആകുമ്പോൾ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അതിന് മുകളിൽ കൂടെ ഒന്ന് തൂവി കൊടുക്കുക. ഗ്രേവി വറ്റിച്ചെടുക്കണത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഗ്രേവി നല്ലോണം വേണ്ടവർക്ക് ഗ്രേവി ആയിട്ട് വയ്ക്കാം, അല്ലാത്തവർക്ക് നന്നായി വറ്റിച്ചെടുക്കാം. ഇത് അവസാനത്തെ പരിപാടി. മല്ലിയില വിതറി കൊടുക്കുക. അതോടെ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ എല്ലാ പരിപാടിയും തീർന്നു. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ടിപ്സൊക്കെ വെച്ച് എല്ലാവരും ഈ പനീർ ബട്ടർ മസാല ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ടിപ്സുകളും വെറൈറ്റി ഡിഷുകളും കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ.
അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.